മോക്ഷനാടിനെ ലക്ഷ്യം വെച്ച ഭക്തൻ ശാസ്ത്രി മോശവത്സലം. യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും, ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും, ധരണിയിലെ പാടും കേടും എപ്പോഴിങ്ങൊഴിയും. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്ന ഏതൊരു ഭക്തനും ഏറെ പ്രത്യാശ നൽകുന്ന ഒരു ഗാനമാണിത്. നാഗൽ സാഹിബിൻ്റെ സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം പോലെ തന്നെ പ്രചാരം നേടിയതാണ് ഈ ഗാനവും. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ഹൃദയത്തിനേറ്റ ആഘാതത്താൽ അസ്വസ്ഥരായിരിക്കുന്നവർക്ക് നിത്യ സ്വസ്ഥതയുടെ വാഗ്ദാനം ഓർപ്പിച്ചുണർത്തുന്ന പനിനീർ പൂവാണ് ഈ ഗാനം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തേണമേ, പൊന്നേശു നരർ തിരുബലി മരണം നിനപ്പാൻ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാരെ, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല, സ്വന്തം നിനക്കിന് ഞാൻ യേശുദേവ, വരിക സുരാധിപ പരമപര നിൻ കരുണാസനം മുതലായ 100-ൽ പരം ഗാനകുസുമങ്ങൾ മോശവത്സലം ശാസ്ത്രികളുടെ ഗാനവല്ലിയിൽ ക്രൈസ്തവർക്കായി ഇതൾ വിടർത്തി. റവറൻ ജോൺ കോക്സ് സുവിശേഷ പ്രവർത്തനത്തിന് 1837 തിരുവനന്തപുരത്തെത്തി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് അനേകർ ആകർഷിക്കപ്പെട്ടു. ഹിന്ദു കുടുംബത്തിൽ നിന്നും വല്യപ്പൻ നാടാർ വിഭാഗത്തിലേക്കും അവിടെ നിന്ന് പിതാവ് അന്തോണി കത്തോലിക്ക വിശ്വാസത്തിലേക്കും വന്നു. പ്രൊട്ടസ്റ്റൻ്റ് സ്കൂളുകളിൽ പഠിച്ചതിനാൽ പ്രൊട്ടസ്റ്റൻ്റുകാരനായി തീർന്ന പിതാവ് അരുളാനന്ദം എന്ന പേര് സ്വീകരിച്ചു. അരുളാനന്ദം എന്ന അന്തോണിയെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി മിഷണറി നിയമിച്ചു. 1847 ആ സുവിശേഷകന് ഒരു മകൻ ജനിച്ചു. 3 മാസം പ്രായമായ ശിശുവുമായി മാതാപിതാക്കൾ ജോൺ കോക്സിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ വന്നു. കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചപ്പോൾ മിഷണറി ഇട്ട പേരാണ് മോശ. മറ്റൊരു മിഷണറി ഷമുവൽ മെറ്റീർ കുടുംബ പേരുകൂടി ചേർത്ത് മോശവത്സലം എന്ന് വിളിച്ചു. സെമിനാരി വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപകനായി തീർന്നപ്പോൾ സംഗീതവും ഫിഡിൽ വായനയും അഭ്യസിച്ചു. ചിത്രരചനയ്ക്കും ഗാനരചനയ്ക്കും പ്രസിദ്ധനായും തീർന്നു. അക്കാലത്ത് സുറിയാനി മെത്രാൻ മാർ ഡൈനീഷ്യസ് മോശവത്സലത്തിൻ്റെ സംഗീതം ആലപ്പുഴയിൽ വെച്ച് ആസ്വദിച്ചതിനാൽ അദ്ദേഹത്തിന് ശാസ്ത്രികൾ എന്ന സ്ഥാനപ്പേര് നൽകി ആദരിച്ചു. അങ്ങനെ മോശവത്സല ശാസ്ത്രികൾ എന്ന നാമം പൂർത്തിയായി. 10-ാം വയസ്സിൽ സംസ്കൃത പഠനം ആരംഭിച്ച് 3 വർഷം കൊണ്ട് സംസ്കൃതത്തിൻ്റെ എല്ലാ മേഖലകളും ഹൃദയസ്ഥമാക്കി. ഇംഗ്ലീഷ് ഭാഷയും അനായാസം കരസ്ഥമാക്കി. നാഗർകോവിലിലെ വൈദിക സെമിനാരി പഠനം പൂർത്തിയാക്കിയിട്ട് ജീവിതകാലം മുഴുവൻ സുവിശേഷകനായിരിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരം നെല്ലിക്കാക്കുഴിയിൽ മനവേലി കുടുംബത്തിൽ പിറന്ന റാഹേലിൻ്റെ വിനയ സ്വഭാവം മോശയെ ആകർഷിച്ചു. 1868 21-ാം വയസ്സിൽ സമാധാനമുള്ളൊരു കുടുംബജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റാഹേലിനെ വിവാഹം കഴിച്ചു. 1872 ഒന്നാമത്തെ ക്രൈസ്തവ ഗാനം രചിച്ചത് രസകരമായ ഒരു സംഭവത്തോടു കൂടിയാണ്. തഞ്ചാവൂർ വേദനായക ശാസ്ത്രിയാരുടെ മകൻ തിരുവനന്തപുരം LMS സഭയിൽ ഒരു സംഗീത ശുശ്രൂഷ നടത്തി. അന്ന് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ഗാനം ആലപിക്കുന്നത് ആശ്ചര്യത്തോടെ വീക്ഷിച്ച ഈ ബുദ്ധിശാലി ഉടൻ തന്നെ ശാസ്ത്രിയെ സമീപിച്ച് പാട്ട് പഠിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. സാധ്യമല്ലെന്ന നിരുത്സാഹപരമായ മറുപടിയിൽ നിരാശനാകാതെ ഉടൻ പ്രാർത്ഥനയോടെ കർണാടക രാഗത്തിൽ ഒരു ഗാനം രചിച്ചു. സദസ്സിൽ മധുരമായി പാടിക്കേൾപ്പിച്ചു. കേൾവിക്കാർ ആവർത്തിച്ചാവർത്തിച്ചു പാടിയത് കണ്ടപ്പോൾ ലജ്ജയോടെ തമിഴ് ശാസ്ത്രി അഭിനന്ദിച്ചു. പിശാചുക്കൾ മനുഷ്യനിൽ ബാധിച്ച് കഷ്ടപ്പെടുത്തുന്നതിൽ നിന്നും മോചനം നേടാൻ വൻ വൃക്ഷങ്ങളുടെ കീഴിൽ ഉയർന്ന പീഠങ്ങളുണ്ടാക്കി ആട്, കോഴി മുതലായവയെ ദേവതകൾക്ക് ബലി കഴിക്കുന്ന അനാചാരത്തിനെതിരെ മോശവത്സലം ശക്തമായി പ്രതികരിച്ചു. തൽഫലമായി അനേകർ അന്ധവിശ്വാസം വിട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. 1891-92 കാലങ്ങളിൽ സന്തോഷകരമായി സഭാസേവനം ചെയ്തുകൊണ്ടിരിക്കെ 10 മക്കളിൽ ഇളയവനായ മകൻ പാമ്പുകടിയേറ്റ് ആകസ്മികമായി മരിച്ചു. നനച്ചിരിക്കാത്ത സമയത്ത് വന്നു ഭവിച്ച ദുഃഖകരമായ ആ സംഭവത്തിൽ തളർന്നുപോയ മോശവത്സലം ദൈവത്തോട്, സ്നേഹനിധിയായ അങ്ങ് ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. ചിന്തകൾ അതിരുകടന്നു. ഒടുവിലൊരു നിഗമനത്തിനെത്തുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിച്ചതിനാൽ അദ്ദേഹം നിറഞ്ഞൊഴുകിയ കണ്ണുകളോടും കലങ്ങിയ ഹൃദയ പശ്ചാത്തലത്തിലും പ്രത്യാശയോടെ എഴുതിയ സമർപ്പണ ഗീതമാണിത്. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ,
എൻ്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളും നിത്യതയും പാപികളായ മനുഷ്യരും രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിത ഭാഗ്യങ്ങളുമെല്ലാം പശ്ചാത്തലമായി സ്വീകരിച്ച് രചിച്ച ഗാനങ്ങളാണ് അധികവും. വിശ്രമരഹിതമായി പ്രേക്ഷിത വൃത്തിയിലായിരുന്ന മോശവത്സലത്തിന് സ്കോട്ട്ലൻഡുകാരി ഒരു മിഷണറി വനിത ഒരു വാഹനം വാങ്ങുവാനും അതിൽ സഞ്ചരിച്ച് പ്രവർത്തിപ്പാനും പ്രോത്സാഹിപ്പിച്ചു. അന്നത്തെ വാഹനമായ ഒരു കാളവണ്ടി വാങ്ങി നീല പെയിൻ്റ് അടിച്ച് വാക്യങ്ങൾ ഇരുവശങ്ങളിലും എഴുതിയിരുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു എന്ന് ഇരുപുറവും എഴുതിയ ഒരു കൊടി വണ്ടിയുടെ മുകളിൽ കെട്ടിയിരുന്നു. ജനങ്ങൾ സുവിശേഷ വണ്ടി എന്ന് വിളിക്കത്തക്ക വിധം ബൈബിളും സുവിശേഷ ലഘുലേഖകളും വിതരണം ചെയ്യുകയും ആകർഷകങ്ങളായ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നു. 1913 വലതുവശം തളർന്ന രോഗക്കിടക്കയിലായി. വാതരോഗത്താൽ സ്വന്തം കൈകൊണ്ട് എഴുതാൻ സാധിക്കാതെ ആയപ്പോൾ പറഞ്ഞുകൊടുത്ത് എഴുതിക്കുകയും ദൈവത്തിലുള്ള വിശ്വാസം കുറയാതെ അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. പ്രസിദ്ധമായ പല ഇംഗ്ലീഷ് ഗാനങ്ങളും വിവർത്തനം ചെയ്തിട്ടുള്ളത് മോശവത്സലം ശാസ്ത്രികളാണ്. യേശുവൻ ആത്മസഖേ നിൻ മാർവിൽ, യേശുവേ ആ നാമം എത്ര മധുരം, എനിക്കായി പിളർന്നു പാറ, ആശിഷ മാരിയുണ്ടാകും മുതലായവ വിവർത്തനം ചെയ്ത ഗാനങ്ങളിൽപ്പെട്ടവയാണ്. 1916 ഫെബ്രുവരി മാസം 20 ഞായറാഴ്ച രാവിലെ ആ മഹാനുഭാവൻ്റെ മണ്ണാകുന്ന ശരീരം മണ്ണിലേക്ക് ചേരുവാൻ മരണത്താൽ മാറ്റപ്പെട്ടു. പരിശുദ്ധ പരനെ നിരന്തരം സ്തുതിപ്പീൻ, പാടി തന്നാമം കൊണ്ടാടി കുമ്പിടുവീൻ, തിരുജനങ്ങളെ ഉണരീൻ, തന്ദാസർ തിരുമുൻപിൽ വണങ്ങിടുവീൻ എന്നേക്കും. നാഥനും നമുക്കു സാധനും ആയുള്ള നല്ല യഹോവയെ എല്ലാരും സ്തുതിപ്പീൻ, ഏതും ആയാസമന്യേ തൻ വീട്ടിൽ ഏകനെ പുകഴ്ത്തിടുവീൻ എന്നേക്കും. കടലിനെ ചുമ്മെ നാം തുതിച്ചാൽ നമുക്കില്ല കുറച്ചില്ലെന്നറിഞ്ഞു കുമ്പിടുവീൻ, ഇമ്മകപദവിയെ നാം എല്ലാരും ഇഷ്ടത്തോടാചരിക്കാം എന്നേക്കും. വാനവും പാരും താനത്ര ചമച്ചു, വല്ലഭൻ നല്ലവനെല്ലരിലുയർന്നോൻ, ജ്ഞാനത്തോടെ സ്തുതിപ്പീൻ, തൻ പേരിൽ നല്ല കീർത്തികൾ കൊടുപ്പീൻ എന്നേക്കും. പിതാവേ ദിവ്യകുമാര ദൈവശുദ്ധാത്മത്രിയേകദേവേശ, സർവകാലവും പുകഴ്ച ഭവാനുഭവിക്കണം. ഹല്ലേലൂയ.